മോർണിംഗ്. നമുക്കിന്ന് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. ബ്രെഡും പഴവും ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ പീനട്ട് ബട്ടറോ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എന്തായാലും കുട്ടികൾ ഉറപ്പായിട്ട് ഇത് കഴിച്ചിരിക്കും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെഡ് സ്നാക്ക് അല്ലെങ്കിൽ ബ്രെഡ് ബനാന സ്നാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 1 മുട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ പിൻഡോളയുടെ പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. പിൻഡോളയുടെ പീനട്ട് ബട്ടർ തന്നെ ആവണമെന്നില്ല, ഏത് പീനട്ട് ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുട്ടികൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പീനട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരുപാട് പീനട്ട് ബട്ടർ വേണ്ട കേട്ടോ, ലൈറ്റായിട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡിലെല്ലാം പീനട്ട് ബട്ടർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് അപ്ലൈ ചെയ്യണ്ട കേട്ടോ, നടുഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഉണ്ടല്ലോ, പഴം ഒന്ന് കുറുകെ കട്ട് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് കുറുകെ കട്ട് ചെയ്തു. പഴം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് കുറുകെ കട്ട് ചെയ്തു. ഒരു പഴത്തിനെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഇതുപോലൊന്ന് മടക്കി ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂൺ പാല് ഈ എഡ്ജിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പീനട്ട് ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാ പഴവും വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഒരു ബ്രെഡിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതൊരു 3ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. 3ആയിട്ട് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ഞാനിതൊരു 3 പീസായിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 3 പീസായിട്ട് കട്ട് ചെയ്യട്ടെ. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു സ്ക്യൂവർ എടുക്കുക. നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വേണം സ്ക്യൂവർ എടുക്കാനായിട്ട്. സ്ക്യൂവർ ഈ പഴത്തിൻ്റെ നടുഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതുപോലൊന്ന് കയറ്റി വയ്ക്കുക. കുറച്ച് ഗ്യാപ്പിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് സ്ക്യൂവറിൽ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലിലേക്ക് ഇനി നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഇതിൽ പഞ്ചസാര കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന പീനട്ട് ബട്ടറിൽ മധുരമുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം, മുട്ടയും പാലും ചേർത്തിട്ട്. ഇത് കുറച്ച് പാല് കൂടുതൽ വേണം കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡും പഴവും ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ പാലും മുട്ടയും ചേർന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികമായി തന്നെ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ചധികമായി പോയി എന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവറായി കിട്ടണം. അതാണ് ഞാൻ പാല് കൂടുതൽ എടുക്കാൻ പറഞ്ഞത്. മുട്ട 1 മതി കേട്ടോ. മുട്ട കൂടിപ്പോണ്ട, മുട്ടയുടെ ഫ്ലേവർ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 2 പിഞ്ച് ഏലക്കപ്പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിഭാഗവും മുകൾ ഭാഗവും കവറായി കിട്ടും. അതാണ് നമ്മളിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ടറിലോ അല്ലെങ്കിൽ നമുക്ക് നെയ്യിലോ ചെയ്യാം. ഞാനിപ്പോൾ ബട്ടറിലാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ചൂടായ പാനിലേക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇനി നമ്മൾ പ്ലേറ്റ് അടുപ്പിച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ, ഈ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം എടുത്ത് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പൊട്ടാതെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടി വന്നോളും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും വെച്ച് കുക്ക് ചെയ്യണം. ഈ സൈഡ് കുക്കായി വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സൈഡൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഞാനപ്പോൾ ഈ ഒരു കളറായപ്പോൾ തിരിച്ചു വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ പരിപാടി. ബ്രെഡും പഴവും ബട്ടറും പീനട്ട് ബട്ടറും ഒക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബ്രെഡും പഴവും ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.